ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ബീഫ് റോസ്റ്റ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. വെറും 4 ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ബീഫൊക്കെ ഉണ്ടാവുന്ന ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റും കൂടെ കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കേട്ടോ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. കാരണം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ നമ്മൾ ബീഫ് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫിൻ്റെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലായിട്ട് ഉണ്ടാക്കുന്നത്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ആദ്യം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. നിങ്ങൾ ഇനി ചെറിയ ഉള്ളി ബീഫിൻ്റെ അതേ അളവ് തന്നെ ചെറിയ ഉള്ളി എടുത്താലും പ്രശ്നമില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് കൂടും. വേറെ അധികം ഇൻഗ്രീഡിയൻസും മസാലയും ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ. അപ്പോൾ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് വെക്കുന്ന ടേസ്റ്റൊന്നുമല്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ശരിക്കും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊന്നും, പക്ഷേ എനിക്ക് ഇങ്ങനെ ചേർത്തപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചെറിയ ഉള്ളി ചേർത്ത പോലെ തന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ചില്ലി ഫ്ലേക്സ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അത് പൊടിച്ചതാണ്. കാരണം അധികം എരിവ് ഇവിടെ കുട്ടികൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് എത്ര അതിനനുസരിച്ച് അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കാശ്മീരി ചില്ലി പൊടിച്ചതായതുകൊണ്ട് അധികം എരിവൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, അത് വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഇനി ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കളറ് കുറവായപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലും 4 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബീഫിനും അതിനനുസരിച്ചുള്ള വേവ് വ്യത്യാസമുണ്ട്. ഇവിടെ കിട്ടുന്ന ബീഫ് നല്ല പെട്ടെന്ന് വേവുന്ന ബീഫാട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് വിസിൽ മതി ഇവിടെ. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 വിസിൽ വേണ്ടി വരും കേട്ടോ. ഓരോ ബീഫിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇനി ഈ ഒരു ഇരുമ്പിന് ചട്ടി എന്തെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വറ്റിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇത് എന്നിട്ട് ഈ ഒരു ഇരുമ്പ് ചട്ടിയിലൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം വേറെ ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ കറിവേപ്പിൻ്റെ ചേർത്തിട്ട് ഇത് കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് തിക്കാക്കിയിട്ടില്ല, നമ്മളൊരു റോസ്റ്റ് രൂപത്തിലാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി ഗ്രേവി ആയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ അത് ഇങ്ങനെ വറ്റിച്ചെടുക്കും വേണ്ട. അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇത്രേ വറ്റിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഒരു റോസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ എടുത്താൽ മതി. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പാകത്തിൽ എടുക്കുകയായിരിക്കും ഒന്നും കൂടെ. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അധികം മസാലയൊന്നും ചേർക്കാത്ത ബീഫിൻ്റെ ഒരു ഒറിജിനൽ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം വേറെ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങ് അധികം കിട്ടില്ലല്ലോ. പക്ഷെ ഇതിൽ നമ്മൾ ഒറിജിനൽ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അധികം മസാല ചേർക്കാത്ത കാരണം കേട്ടോ.
ഇത് പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കോമ്പിനേഷൻ. എല്ലാം ചോറിൻ്റെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ബൈ.